മാധ്യമം അണുവിമുക്തമാക്കുക എന്ന വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇത് ജോലി സ്ഥലത്തു നിന്ന് തന്നെയുള്ള ഡയറക്റ്റ് വീഡിയോയാണ്. മാധ്യമം എന്ന് പറയുമ്പോൾ പാൽക്കൂണിനുള്ള വൈക്കോലാണ് ഇന്ന് അണുവിമുക്തമാക്കുന്നതായി കാണിക്കുന്നത്. വൈക്കോല് പല വിധത്തിലും അണുവിമുക്തമാക്കാം. എന്നാൽ പാൽക്കൂണിന് വൈക്കോല് അണുവിമുക്തമാക്കുമ്പോൾ അതിന് ഓയിസ്റ്റർ മഷ്റൂമിനാണെങ്കിൽ പോലും കെമിക്കൽ ചെയ്യുകയാണ് ഏറ്റവും വിജയമെന്ന് കണ്ടിട്ടുണ്ട്. എല്ലാ മാർഗങ്ങളും, അതായത് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കൽ ഒഴികെ ഏറ്റവും നല്ല രീതിയിൽ വൈക്കോൽ അണുവിമുക്തമാക്കാനായിട്ട് ഉള്ള മാർഗം തിളപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ തിളപ്പിക്കൽ ഏറ്റവും ചിലവ് കൂടിയതും സമയദൈർഘ്യം കൂടുതലുള്ളതും ആണ്. അതുകൊണ്ട് മിക്കപ്പോഴും തിളപ്പിക്കൽ എന്ന പ്രക്രിയ ഉപയോഗിക്കാനായിട്ട് സാധിക്കാറില്ല. ആവി കയറ്റുക എന്ന തിയറി വൈക്കോലിനെ സംബന്ധിച്ച് തീർത്തും പരാജയമായിരിക്കും എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സാധാരണ കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അവലംബിക്കാവുന്ന മാർഗം വൈക്കോലിനെ സംബന്ധിച്ച് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ വൈക്കോല് അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. പാൽക്കൂണിന് വേണ്ടിയാണ് ഇവിടെ വൈക്കോല് ഉപയോഗിക്കുന്നത്. ഓയിസ്റ്റർ മഷ്റൂമിന് ഇവിടെ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് മുൻകൂട്ടി നാം പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, വൈക്കോല് അണുവിമുക്തമാക്കുക ബാവിസ്റ്റിനും ഫോർമലിൻ ഹെഡും ഉപയോഗിച്ചാണ്. 100 ലിറ്റർ വെള്ളത്തിന് 8 ഗ്രാം എന്ന തോതിൽ ബാവിസ്റ്റിനും 100 ലിറ്റർ വെള്ളത്തിന് 50 മില്ലി എന്ന തോതിൽ ഫോർമലിൻ ഹെഡുമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കുറച്ചു കാലമായി പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ കൃഷിക്കാർ ഫോർമലിൻ ഈ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാറില്ല. ഇവിടെ വൈക്കോൽ അണുവിമുക്തമാക്കുന്നതിന് മുൻപ് പറഞ്ഞ ബാവിസ്റ്റിനും കാർബൻഡാസിം എന്ന കെമിക്കൽ ബാവിസ്റ്റിനും ബ്ലീച്ചിങ് പൗഡറുമാണ്. അതിൻ്റെ തോത് എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ 100 ലിറ്റർ വെള്ളത്തിന് 8 ഗ്രാം ബാവിസ്റ്റിനും 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡറുമാണ്. സാധാരണഗതിയിൽ കൂണ് പോലെയുള്ള ഫംഗസുകളെ നശിപ്പിക്കാനായിട്ട് 10 ഗ്രാമോ അതിൽ കൂടുതലോ ബാവിസ്റ്റിന് ആവശ്യമാണ്. നമുക്കറിയാം, ബാവിസ്റ്റിൻ്റെ ഒരു ഫംഗസൈഡാണ്. അത് പൂപ്പലുകളെ നശിപ്പിക്കും. അപ്പോൾ 10 ഗ്രാമോ അതിൽ കൂടുതലോ 100 ലിറ്റർ വെള്ളത്തിലേക്ക് ബാവിസ്റ്റിൻ്റെ സാന്നിധ്യം വന്നാൽ കൂണടക്കമുള്ള ഫംഗസുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് 8 ഗ്രാമിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പ്രക്രിയയ്ക്ക് 2 200 ലിറ്റർ ബാരലുകളാണ് ഉപയോഗിക്കുന്നത്. താഴെ ടാപ്പ് പിടിപ്പിച്ച, അതായത് വാൽവ് പിടിപ്പിച്ച ഒരു ബാരൽ, 200 ലിറ്റർ ബാരൽ, അതിൻ്റെ അരയടി ഉയരത്തിൽ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ ഒരു ഇരിപ്പിടം പോലെ ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ മുട്ടി നിൽക്കത്ത വിധത്തിൽ ഒരു നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ നെറ്റിലാണ് വൈക്കോല് ഞങ്ങൾ ശേഖരിക്കുന്നത്. അതിനകത്തോട്ട് വൈക്കോൽ ഇട്ടിട്ട് മറ്റൊരു ബാരലിൽ 200 ലിറ്റർ ബാരലിൽ തന്നെ 150 ലിറ്റർ വെള്ളം, ആ വെള്ളത്തിൽ മുൻപ് പറഞ്ഞ അളവിലെ ബാവിസ്റ്റിനും ബ്ലീച്ചിങ് പൗഡറും ഒപ്പം തന്നെ 1 കിലോ കാൽസ്യം കാർബണേറ്റും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുൻകൂട്ടി 4 ഇഞ്ച് 5 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ച് വെച്ച വൈക്കോല് ഈ നെറ്റിനകത്തേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഏകദേശം 1.5 ചാക്ക്, നല്ല രീതിയിൽ നിറച്ചതാണെങ്കിൽ 1.5 ചാക്ക് വൈക്കോല് ഈ ബാരലിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏകദേശം 22 ബെഡിനാണ് ഈ സാധനം ഉതകുക. തുടർന്ന് ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഭാരം കയറ്റി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭാരം കയറ്റി വെച്ച് വൈക്കോല് അമർന്നിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ.
ഇത്രയുമായാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കാൽസ്യം കാർബണേറ്റ്, ബാവിസ്റ്റിൻ, ബ്ലീച്ചിങ് പൗഡർ മിശ്രിതം നന്നായി വീണ്ടും ഇളക്കിയതിന് ശേഷം ബക്കറ്റ് ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് ഒഴിക്കുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം. പലപ്പോഴും ആളുകൾ ഈ ബാരലിൽ മരുന്നുകൾ അഥവാ ബ്ലീച്ചിങ് പൗഡറും ബാവിസ്റ്റിനും ഒക്കെ മിക്സ് ചെയ്ത വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് വൈക്കോൽ നിറയ്ക്കുകയോ മറിച്ച് വൈക്കോൽ നിറച്ചതിന് ശേഷം അതിനകത്തോട്ട് നേരിട്ട് ബാവിസ്റ്റിനും മറ്റ് വസ്തുക്കളും നിക്ഷേപിക്കുകയോ തുടർന്ന് വെള്ളമൊഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ പാകപ്പിഴകൾ സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് 2 ബാരൽ ഉപയോഗിച്ച് നമുക്കിത് കൃത്യതയോടുകൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ ബാരലുകളിൽ വൈക്കോലും മരുന്നും മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും ഒന്നിച്ച് ചേർക്കുന്നത്. അങ്ങനെ ഒഴിക്കുന്ന വെള്ളം വൈക്കോലിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ചെങ്കിലും 2-3 ഇഞ്ചെങ്കിലും ഉയർന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. കാരണം വൈക്കോല് അത് വെള്ളം ആഗിരണം ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ വെക്കുന്ന 24 മണിക്കൂർ സമയം ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം എന്ന് നിർബന്ധമുണ്ട്. വെള്ളം നിറച്ചതിന് ശേഷം ഇങ്ങനെ ഈ രീതിയിൽ വൈക്കോലിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. ഭാരം വെച്ചിട്ടുണ്ട് നമ്മൾ മുൻകൂട്ടി. അതിനുശേഷം പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ച് മൂടിക്കെട്ടുകയാണ് ചെയ്യുക. ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ബാരലിലെ വെള്ളം ഇവിടെ ചെയ്യുന്നത് 28 മണിക്കൂറിന് ശേഷം, 24 മണിക്കൂറല്ല ഉപയോഗിക്കുക, ഒരു 4 മണിക്കൂർ കൂടി ലേറ്റായിട്ട്. അത് ദിവസം ക്രമീകരിക്കാൻ കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുതൽ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ദോഷമില്ല എന്നാണ് ക്രമേണ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. 28 മണിക്കൂറിന് ശേഷം നമ്മൾ ടാപ്പ് തുറന്ന് വിടുന്നു. പിന്നെ ഏകദേശം 12 മണിക്കൂർ, അത് 14 മണിക്കൂറൊക്കെ വരും. നമ്മൾ മറ്റേ കൂൺ വിൽപ്പനയുടെ ഇടയ്ക്ക് ഇതെടുത്ത് വീണ്ടും തണലിട്ടിട്ട് ഉണക്കിയെടുക്കുന്ന ആ സമയം നമ്മൾ ക്രമീകരിച്ച് അത് ചെയ്യുക. 10-14 മണിക്കൂറിന് ശേഷം ഇത് വാരി നല്ല വൃത്തിയുള്ള മറ്റേ ഡെറ്റോൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയ പടുതയിലിട്ട് അധികം വെയിലില്ലാത്തെടുത്തിട്ട് ഉണക്കിയെടുത്ത് ഒരു മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് അപ്പോഴത്തേക്കും വെള്ളം മുഴുവൻ വാരലിലൂടെ ഈ 10-14 മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ വാരലിൽ നിന്ന് ഊറിപ്പോയിട്ടുണ്ടാവും. അപ്പം അതിനുശേഷം വെയിലത്തിട്ട് ഉണക്കി, വെയിലത്തെന്ന് പറഞ്ഞാൽ വലിയ വെയിലത്തല്ല, തണലത്ത് ഇട്ട് ഉണക്കിയെടുത്ത് ബെഡ് കെട്ടാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുക.